ഒരു 1 വീക്ക് മുൻപുണ്ടല്ലോ ഞാൻ ഡോണുവിൻ്റെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കമൻസൊക്കെ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അതിലെ ഭൂരിഭാഗം കമൻസ് അമ്മമാരുടെയാണ് കേട്ടോ. കൂടുതലും എങ്ങനെയാണ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലൂടെ കടന്നുപോയ ഒരുപാട് അമ്മമാരുടെ കമൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ ഞാനും കടന്നുപോയൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കിത് ശരിക്കും റിലേറ്റ് ചെയ്തു കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ കളിയാക്കി പറയുന്നതാണ്, അവൾക്ക് ഡിപ്രഷനാണ് പ്രസവം കഴിഞ്ഞതോടുകൂടി, പണ്ടത്തെ ആളുകൾക്കൊന്നും ഈ പറഞ്ഞ ഡിപ്രഷനൊന്നും വന്നിട്ടില്ലല്ലോ, ഇതൊക്കെ ചുമ്മാ അടവാന്നാണ് പലരും പറഞ്ഞ് കളിയാക്കുന്നത്. കളിയാക്കുന്നവർക്ക് എന്തും കളിയാക്കാൻ പറയാം, പക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് അത് എത്രത്തോളം ട്രോമയായിട്ടാണ് നമ്മുടെ ലൈഫിൽ അത് എപ്പോഴും, അതായത് ഇപ്പോഴും അതൊരു ട്രോമയായിട്ട് കിടക്കുന്ന പലരും ഉണ്ട് കേട്ടോ, ഈ ഞാനടക്കം. നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവാനുണ്ടല്ലോ വളരെയധികം സമയമെടുക്കും. ചിലപ്പോൾ അത് റിക്കവർ ആയെന്നും വരില്ല. പിന്നെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഈ പ്രസവ സമയത്ത് നമ്മളെ ദ്രോഹിച്ചവരൊന്നും ജന്മം ഉണ്ടെങ്കിൽ നമ്മൾ മറക്കൂല. ഞാനിതുവരെ മറന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ അത്രയും സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. നമ്മളായാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞായാലും, അമ്മ ഹാപ്പി ആയാലാണ് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞും ഹാപ്പി ആവുള്ളൂ എന്നൊക്കെ നമ്മളുടെ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ. ആ സമയത്ത് നമ്മൾ അത്രയും സമാധാനത്തോടുകൂടി ജീവിക്കേണ്ട സമയത്ത് ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കുത്തുവാക്കുകളായിട്ട് നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ഒരാളുകൾ വരുമ്പോൾ നമ്മൾ പിന്നെ ആ ആളുകളെ നമുക്ക് ഒരിക്കലും തിരിച്ച് സ്നേഹിക്കാൻ തോന്നില്ല. അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാരുടെ അടുത്ത് വന്നിട്ട്, കുഞ്ഞിന് നിറമില്ലല്ലോ, കുഞ്ഞിന് പാൽ കൊടുക്കാനായിട്ട് നിനക്ക് പറ്റില്ലേ, പൊടിപ്പാൽ കൊടുക്കണം, നിൻ്റെ ഭംഗി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നീ മുലപ്പാൽ കൊടുക്കാത്തത്. ഒട്ടും മുലപ്പാലില്ലാത്ത അമ്മമാരുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം, ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ഓരോ അമ്മമാർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. പക്ഷേ ഈ പറഞ്ഞു പോകുന്നവർക്ക് വല്ല ബോധമുണ്ടോ? അവർ ഓരോന്ന് വന്ന് പറയാ പോവുക. എല്ലാവർക്കും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡ് കിട്ടുന്നവർ വളരെയധികം ഭാഗ്യം ചേർന്നവരാണ്. കാരണം ഈ സമയത്തൊക്കെ നമ്മളെല്ലാവരും തളർത്തുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ടീവായിട്ടൊരു ഹസ്ബൻഡ് ഉണ്ട്, നമ്മുടെ പാരൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം ഞാൻ ഒരുപാട് തകർന്ന് കിടന്ന സമയങ്ങളാണ് എൻ്റെ 2 പ്രഗ്നൻസി ടൈമിലും. ആ സമയത്ത് എനിക്ക് കൂട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ പാരൻസാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുപോലില്ലാത്ത ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഓരോരുത്തരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, എനിക്കിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോടും, അതേപോലെ ലോകത്തിലെ ആദ്യത്തെ അമ്മ നീയാണല്ലോ, വേറെ ആരും പ്രസവിച്ചിട്ടില്ല, ആദ്യത്തെ ഗർഭിണി നീയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനോന് വരാത്ത പക്ഷം, അതായത് അവനോൻ അനുഭവിക്കാത്ത പക്ഷം അതൊക്കെ തമാശയായിരിക്കും. അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇതൊക്കെയാണ് ആ കമൻസ് വായിച്ചപ്പോഴും ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജൊക്കെ കണ്ടപ്പോഴും എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ.